മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഓടിൻ്റെ വിളക്കുകൾ, പാത്രങ്ങൾ, കിണ്ടി അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ കളറൊക്കെ മങ്ങിക്കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അതിനൊരു ഭംഗി ഉണ്ടാവില്ല അല്ലേ? നല്ല തിളക്കത്തോടു കൂടി ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ അതിനൊരു രസമാണ്. അപ്പോൾ കുറേ ദിവസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കളറൊക്കെ പോവും. അപ്പം നമുക്ക് നല്ല ഭംഗിയോടുകൂടി തിളക്കത്തോടു കൂടി നമ്മുടെ വിളക്കുകളും കിണ്ടികളും അതുമാതിരി ഓടിൻ്റെ സാധനങ്ങൾ തിളക്കത്തോടു കൂടി ആക്കാൻ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി വളരെ പെട്ടെന്ന് നല്ല തിളക്കമുള്ള വിളക്ക് ലഭിക്കാനായിട്ട്. വിളക്ക് മാത്രമല്ല, കിണ്ടി പോലുള്ള പാത്രങ്ങൾ, ഏത് ഓടിൻ്റെ പാത്രം വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതാണ് എൻ്റെ വീട്ടിലെ വിളക്ക് കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ആദ്യം ഒരു ടിഷ്യൂ കൊണ്ട് ഫുൾ അതിലുള്ള എണ്ണയൊക്കെ തുടച്ചെടുക്കണം. ടിഷ്യൂവിന് പകരം നമുക്ക് തുണി കൊണ്ട് വേണമെങ്കിലും തുടയ്ക്കാം. അപ്പോൾ ആദ്യം ആ എണ്ണ മെഴുക്കിനെ ജസ്റ്റ് ഒന്ന് എണ്ണ ഉണ്ടായിരുന്ന എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഈ വിളക്കിന് ഇപ്പം തന്നെ ഒരു തിളക്കാക്കണ്ട്, പക്ഷെ ഇതിനേക്കാൾ തിളങ്ങുന്നുണ്ട് ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ തുടച്ച് വന്ന വൃത്തിയായിട്ടുള്ള വിളക്കിനെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ തുടച്ചിട്ടേ ഉള്ളൂ. ഇനി നമ്മുടെ വീട്ടിലുള്ള ഈ തക്കാളി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എല്ലാവിടെയും ശരിക്കും അങ്ങോട്ട് തേച്ച് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞൊരു ട്രിക്ക്. അപ്പോൾ ഇതിലുള്ള തക്കാളിയുടെ പുളിരസം ഇതിന് നല്ലൊരു കളർ കൊടുക്കും. നമ്മൾ സാധാരണ വാളംപുളിയൊക്കെ ഇട്ടിട്ട് കഴുകാറുണ്ടല്ലേ, അതിനേക്കാൾ നല്ല ഭംഗിയിലാവും ഈ തക്കാളി ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ. ഇതെല്ലാ സ്ഥലത്തും ഈ തക്കാളിയുടെ നീരിനെ നമ്മൾ പിടിപ്പിക്കാൻ നോക്കണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാഫ് പീസ് തക്കാളി കൊണ്ട് എൻ്റെ വിളക്ക് സൂപ്പറായിട്ട് തിളക്കത്തോടു കൂടി തന്നെ ആയി. ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. തക്കാളി ഇങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എപ്പോഴും നമ്മുടെ വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമായിരിക്കും തക്കാളി. അപ്പോൾ തക്കാളിയൊക്കെ കേടുവന്ന തക്കാളി ഉണ്ടെങ്കിൽ പോലും ഇതിനായിട്ട് ഉപയോഗിക്കാം. അതും നമുക്ക് നന്നായിട്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തേച്ച് കൊടുക്കുക. അപ്പോഴേ എല്ലാ ഭാഗവും ഒരുപോലെ കളർ വരുള്ളൂ. ഇനി ഒരു 5 മിനിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുക്കുന്നതേ ഉള്ളൂ ആദ്യം. ഇനി നമ്മളൊരു ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുത്തിട്ട് അതിനെയും ഒന്നും കൂടി കഴുകിയെടുക്കുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു സ്റ്റീലിൻ്റെ സ്ക്രബാണ് ഉപയോഗിക്കുന്നത്. നോർമൽ സ്ക്രബ് ഉപയോഗിച്ച് വേണമെങ്കിലും കഴുകാം. ഇത് ഒരുപാട് ശക്തമായി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. സൈഡിലുള്ള ആ എണ്ണയുടെ കുറച്ച് കട്ടിയായിട്ടുള്ള ഭാഗം കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റീൽ സ്ക്രബ് ഉപയോഗിക്കുന്നത്. അല്ലാതെ അത് കളറ് വരാൻ മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഉരച്ച് നന്നായി കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേമാതിരിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ല നിങ്ങളുടെ നിങ്ങൾ ഇതേമാതിരി ചെയ്തിട്ട് വിജയിച്ച് വല്ല മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞൊന്ന് കഴുകിയിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് അധികം സമയവും വേണ്ട, പൈസയും അധികം ചിലവില്ല അല്ലേ? നല്ല ഭംഗിയായിട്ട് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടു നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് എത്രത്തോളം ഡിഫറൻസ് കളറിൽ വന്നിട്ടുണ്ട് എന്ന്. എനിക്ക് തന്നെ നല്ലവണ്ണം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കളർ വന്നതായിട്ട്. അപ്പോൾ തിളക്കത്തോടുകൂടി വിളക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു വിദ്യ ട്രൈ ചെയ്ത് നോക്കൂ. ഈ വിദ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.